പ്രിയരെ, നമസ്കാരം. ഇന്ന് ബുദ്ധപൂർണിമ. ആയിരത്താണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൽ വിരിഞ്ഞ സുന്ദരമായ നിലാവ്. ചിന്താബന്ധുരതയാണ് ബുദ്ധൻ. അത്രമേൽ സുന്ദരമായ ഒരു പുഷ്പം. ഏതൊക്കെയോ മുറിവുകളിൽ തൊട്ടു തലോടുന്ന സാന്ത്വനം. നല്ലൊരു കവിതയാണ് ബുദ്ധൻ. മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങാനുള്ള ഒരു കാറ്റലിസ്റ്റ്. ഒറ്റപ്പെടുന്ന മനുഷ്യന് കൂട്ടാണ് ബുദ്ധൻ. ഒരു തോരാമഴയിലെ കുട. അസ്വസ്ഥമായ പകലർതിയിൽ നിദ്രയിലെ നനുത്ത സ്വപ്നം. ഈ ആകാശക്കൂടാരത്തിനടിയിലിരുന്ന് അനന്തതയിലേക്ക് പറക്കാനുള്ള ചിറകാകുന്നു ബുദ്ധൻ. ഒരുപാട് കേൾക്കുന്ന കാതാകുന്നു അത്. അന്തരംഗത്തിലെ ശാന്തതയെ ദർശിക്കുന്ന അർദ്ധമീലിത മിഴികൾ. ഒരു തെളിനീരുറവ. ബോധതരുവിൽ ചേക്കേറുന്ന അപാരമായ വസന്തം. ബുദ്ധനിലേക്ക് പക്ഷേ ദൂരം ഏറെയുണ്ട്. മനുഷ്യർ ഇനിയും എത്രയോ പരിണമിക്കേണ്ടിയിരിക്കുന്നു. പരിണാമത്തിൻ്റെ പാതി വഴിയിൽ എത്തും മുമ്പേ തന്നെ വിപരിണാമമുണ്ടാകുന്ന മാനവന് ബുദ്ധൻ ആരാധ്യം. സാലോക്യമില്ല, സാമീപ്യമില്ല, സാരൂപ്യമില്ല, സായുജ്യവും ഇല്ല. അറിയുന്നവർ ലക്ഷങ്ങളിൽ ഒന്ന്. സാമീപ്യത്തിന് അതിലും വിരളം. വാസനകളുടെ വേരറുതി ഉണ്ടാകണം. ദ്വന്ദ്വങ്ങളെ അതിജീവിക്കാനാകണം. നാം ഓരോരുത്തരും പെൻഡുലമാടുന്നവർ. ഇനിയും വറ്റിത്തീരാത്ത കാമനകൾ ഉള്ളവർ. ഒന്നുപേക്ഷിച്ചാൽ അത്ര തന്നെ തീവ്രമായി മറ്റൊന്നിൽ ചേക്കേറുന്നവർ. അഹിംസയിൽ ഹിംസയെ ഒളിപ്പിച്ചു വയ്ക്കുന്നവർ. ജന്തുക്കളുള്ളിൽ വിലസുന്നു. ഏതു നിമിഷം ഏത് പല്ലും നഖവും പുറത്തു വരുമെന്ന് പറയാനാകുന്നില്ല. ബുദ്ധന്റെ കാലം സമാഗതമായിട്ടില്ല. ഇനിയും ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾ വേണ്ടി വന്നേക്കും. ഒരുപക്ഷെ ഒരിക്കലും വന്നെന്നും ഇരിക്കില്ല. കാരണം മനുഷ്യൻ അത്ര ചപലമാണ്, സങ്കീർണവുമാണ്. ലളിതമാകാൻ നമുക്കിനി ആകില്ല. നമുക്കൊരു എഡ്യൂക്കേഷൻ സാധ്യമാകുമോ? നാം ഇനി എങ്ങനെയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത്? മലമുകളിലേക്ക് ഇന്നാളുകൾ അത്രയും ചേർന്ന് ഉരുട്ടിക്കയറ്റിയ കല്ല് നാം എങ്ങനെ നിരുപാധികം താഴേക്ക് തള്ളിയിടും? വ്യക്തിക്ക് സാധ്യമാകാം. ഒത്തിരി കഠിന പരിശ്രമം നടത്തിയാൽ. പക്ഷെ കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, പേരിന്, പെരുമയ്ക്ക്, ധനത്തിന് അത് പ്രയാസം. കാരണം ബുദ്ധൻ ഒരൊറ്റ മൂലിയാണ്. അതുമാത്രമായി ആരും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കരുതാനാവില്ല. ഉപയോഗിക്കുന്നവരെല്ലാം ചില മിശ്രിതങ്ങളിലാണ്. ബുദ്ധൻ ഒരു കാലത്തിൻ്റെ സന്തതിയാണ്, ഒരു സംസ്കാരത്തിൻ്റെ സന്തതിയാണ്. അതേത് കാലത്തിനും, ഏത് സംസ്കാരത്തിനും, ഏത് സമൂഹത്തിനുമുള്ള സർവരോഗശമന ഔഷധമല്ല. വ്യാഖ്യാനിക്കാം നമുക്ക് ബുദ്ധനെ. മുൻപേ പറന്ന മറ്റേതൊരു പക്ഷിയെയും എന്ന പോലെ. എങ്കിലും ബുദ്ധനൊരു സ്വപ്നമാണ്. ഒരു സ്വപ്നമായെങ്കിലും നിലനിന്ന് നമുക്ക് പ്രചോദനമാകട്ടെ. ഈ മഹാ ബോധിവൃക്ഷത്തണലിൽ വിടർന്ന്